ഇപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഗേറ്റിലേക്ക് വരികയാണ്. അവിടെ ഈ പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയുള്ള ഫണ്ടിൽ പ്ലാനിൽ വലിയ വെട്ടിക്കുറക്കലുണ്ടായി. അവർ ഒരു കാര്യം നടക്കുന്നില്ല, സ്കോളർഷിപ്പ് അടക്കം മുടങ്ങുകയാണ് എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്. വോക്കൗട്ട് സർക്കാർ കേരളത്തിലെ പദ്ധതിയിൽ നിന്ന് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള വൻ തുക പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ച വിഷയമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ ഉന്നയിച്ചത്. സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഗണ്യമായ കുറവാണ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ജനുവരി 22-ാം തീയതിയും 25-ാം തീയതിയും സർക്കാർ ഇറക്കിയ 2 ഉത്തരവുകളുടെ ഭാഗമായി 450 കോടിയോളം രൂപ പട്ടികജാതിക്കാരുടെയും 111 കോടി രൂപ പട്ടികവർഗക്കാരുടെയും പ്ലാൻ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. ഉള്ള പ്ലാനിൻ്റെ എക്സ്പെൻഡിച്ചർ തന്നെ, അതിൻ്റെ ചെലവ് തന്നെ 50% താഴെയാണ്. വെട്ടിക്കുറച്ചിട്ടും പ്ലാൻ ഫണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ താഴെയാണ്. നമുക്കറിയാവുന്നത് സംസ്ഥാനത്തിൻ്റെ പദ്ധതി കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഒരു മാറ്റമില്ലാതൊരു 30,000 കോടിയിൽ തുടരുകയാണ്. ഈ പ്ലാനിൻ്റെ 10% പട്ടികജാതിക്കാർക്കും 2% പട്ടികവർഗക്കാർക്കും കിട്ടണം. കഴിഞ്ഞ 5 കൊല്ലമായി പ്ലാനിൻ്റെ എസ്റ്റിമേറ്റിൽ വർധനവില്ലാത്തതുകൊണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കിട്ടുന്ന തുക കഴിഞ്ഞ 4-5 വർഷമായി ഒരേ തുക കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗണ്യമായ കുറവ് പ്ലാനിൽ തന്നെ ഉണ്ട് 5 വർഷമായി. എന്നിട്ട് അതിൽ നിന്നാണ് വലിയ തുക വെട്ടിച്ചുരുക്കുകയും വലിയ തുക ചെലവഴിക്കാതെ വെച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കേരളത്തിലെ പട്ടികജാതിക്കാരുടെ പാർപ്പിട പ്രശ്നങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ക്ഷേമ പരിപാടികൾ ഇതെല്ലാം തകരാറിലായിരിക്കുകയാണ്. 100 കണക്കിന് ഡ്രോപ്പ് ഔട്ടുകളാണ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ ഗ്രാൻസ് പോലും 2 വർഷം കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ അപമാനിതരായി കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വിട്ടുപോരുകയാണ്. വാത്സല്യനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം തകരാറിലായി. നിരവധി വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ പദ്ധതികളാണ് തകരാറിലായിരിക്കുന്നത്. ഇത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരോടുള്ള സഭ ബഹിഷ്കരിച്ചു. അതിനുശേഷം വാക്കൗട്ടിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പട്ടികജാതി പട്ടികവർഗത്തിന്റെ പ്ലാൻ ഫണ്ടിൽ കാര്യമായ കുറവുണ്ട്, അല്ലെങ്കിൽ വെട്ടിക്കുറക്കലുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം.